ഇല്ലിക്കൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മിഥുൻ, എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? അതായത് ശക്തമായ വെള്ളക്കെട്ട്, കുത്തിയൊലിക്കുന്ന വെള്ളം, ഇതിനിടയിൽ നിന്നാണ് മിഥുൻ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ അവിടെയുള്ള ജനങ്ങളെ പൂർണ്ണമായും മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികൾ കഴിഞ്ഞു. എന്താണ് ഫയർഫോഴ്സും അതുപോലെ തന്നെ സേവാഭാരതി പ്രവർത്തകരും പറയുന്നത്? അശ്വതി, ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ മാറി ഇല്ലിക്കൽ കുമരകം റൂട്ടാണിത്. ബസ് റൂട്ടാണ്. കുമരകം ഭാഗത്തു നിന്ന് ആളുകൾക്ക് കോട്ടയത്തേക്ക് എത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട സഞ്ചാര മാർഗമാണ്, റോഡാണിത്. ഈ ഭാഗത്തുള്ള അങ്ങോട്ടേക്ക് മാറിക്കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലാണ് ജലനിരപ്പ് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. എന്താണ് അവസ്ഥ അങ്ങോട്ടേക്ക്? അവിടെ വെള്ളമോ? അങ്ങോട്ടെല്ലാം വെള്ളമോ? ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതലുണ്ട്. ഇവിടെ ഉള്ളതിനെക്കാട്ടി കൂടുതൽ അങ്ങോട്ടല്ല. അവിടെ ആളുകളുണ്ടോ? പരമാവധി ആളുകളെ മാറ്റി എന്നാണ് അറിയുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ ആളുകൾ അവിടെ ഉണ്ട്. രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ്? രക്ഷാപ്രവർത്തനം എല്ലാം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ആൾക്കാരുണ്ട്. അവിടെ ഭയങ്കര വെള്ളമാണ്. ആള് അവിടെ തുടങ്ങിയിട്ടുണ്ട് പരിപാടികൾ. ഇന്നലെ രാത്രിയോട് കൂടിയാ എത്തിയെന്ന് പറയുന്നത്. എങ്ങനെയാ? അല്ല, നേരത്തെ ടൈമിൽ ഞാൻ നോട്ടേ ഉണ്ട്. വെള്ളമുണ്ട്. ഇന്നലെ നല്ലതായിട്ട് കൂടി. അത്യാവശ്യം ഇപ്പോൾ വണ്ടിയൊന്നും പോകാതെ, നേരത്തെ വണ്ടി പോകുന്നുണ്ടായിരുന്നു. ബന്ധുവീടുകളിലേക്ക് മാറുമായിരുന്നു? അല്ലല്ല, ഞങ്ങൾ ഇവിടെ ഉള്ളതല്ലേ. ഞങ്ങൾ അപ്പം എൻ്റെ അമ്മ വീടൊക്കെ അപ്പുറത്താണ്. അപ്പം ഞങ്ങൾ വണ്ടി പോയില്ലോ എന്നൊക്കെ നോക്കാനായിട്ട് ആൾക്കാരെ മാറ്റണം. ഓക്കെ. പരമാവധി ആളുകളെ മാറ്റുക എന്നുള്ളതാണ്. പരമാവധി ആളുകളെ ഇവിടെ നിന്ന് മാറ്റുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കുമരകം ഭാഗത്ത് നിന്നും കോട്ടയത്തേക്ക് ആളുകൾക്ക് എത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട സഞ്ചാര മാർഗ്ഗമാണ്, പ്രധാന റോഡാണ്. അതുകൊണ്ട് ഏത് വിധേനയും ആളുകൾക്ക് ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക്, കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ റോഡ് അല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രധാന സഞ്ചാരമാർഗ്ഗം ഇതുതന്നെയാണ്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഒരു വാഹനം തിരുവാർപ്പ് ഭാഗത്തേക്ക് ബസ് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏറെ പണിപ്പെട്ടാണ് വരുന്നത്. മുന്നോട്ട് നീക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ആ ബസ് നിറയെ ആൾക്കാരുണ്ട്. കുമരകത്തേക്കും തിരുവാർപ്പിലേക്കും കാരാപ്പുഴ, തിരുവാതിക്കൽ, മാണിക്കുന്നം ഭാഗത്തേക്കൊക്കെയുള്ള പ്രധാന സഞ്ചാരമാർഗ്ഗമാണ്. ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, വലഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ബസ് മുന്നോട്ട് നീക്കുക എന്നുള്ള ഒരു ശ്രമകരമായ ദൗത്യത്തിലാണ് ഇപ്പോൾ ഈ വാഹനം മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഗതാഗതം പൂർണ്ണമായും നിലച്ച പ്രദേശമായിരുന്നു. വാഹനങ്ങൾ ഒന്നും തന്നെ കടന്നു പോകുന്നില്ലായിരുന്നു. കാറുകളാണെങ്കിലും സ്വന്തം റിസ്കിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു ഈ പ്രദേശവാസികൾ നൽകിക്കൊണ്ടിരുന്നത്. വാഹനങ്ങൾ പകുതിക്ക് വെച്ച് താഴ്ന്നു പോകുന്ന അല്ലെങ്കിൽ നിന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോട്ടയം ഭാഗത്ത് എത്തിപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കോട്ടയത്ത് ഉള്ള ആളുകൾക്ക് അവരുടെ സ്ഥലങ്ങളിലേക്ക്, തിരുവാർപ്പടക്കമുള്ള കുമരകത്തിൻ്റെ മേഖലകളിലേക്കൊക്കെ പോകുന്നതിനുള്ള അവിടെ പെട്ടുപോയ ആളുകളെയൊക്കെ അവരെ കൊണ്ടുപോയ ഒരു ബസ്സാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏറെ പണിപ്പെട്ട് പോകുന്ന ആ ബസ്സിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ പ്രദേശത്തൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടിലാണ് എന്നുള്ളത്. കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പോഴുള്ള ജലനിരപ്പല്ല, അതിനേക്കാളും ഉയരത്തിലാണ് ജലനിരപ്പ് ഉള്ളത്. രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. NDRF സംഘം പരമാവധി ഒറ്റപ്പെട്ടു പോയ മേഖലകളിൽ ഇറങ്ങിച്ചെന്ന് അവിടെയൊക്കെ ഏതെങ്കിലുമൊക്കെ ആളുകളുണ്ടോ, കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ഒരു കാറ് മുന്നോട്ട് നീങ്ങുന്ന നമുക്ക് കാണാം. കാറിൻ്റെ ഏകദേശം മുഴുവൻ ഭാഗവും വെള്ളത്തിൽ ആഴ്ന്നു പോയി. വളരെ പണിപ്പെട്ട് സാവധാനമാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇതൊക്കെ മറ്റു പ്രദേശങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ബന്ധുവീടുകളിലേക്കൊക്കെ, സുരക്ഷിത മേഖലകളിലേക്കൊക്കെ ആളുകൾ മാറ്റിക്കൊണ്ടു പോകുന്ന വാഹനങ്ങളാണ്. അവർക്കൊക്കെ എത്രയും വേഗം സുരക്ഷിത മേഖലകളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഏറെ പണിപ്പെട്ട് വാഹനത്തിലാക്കി ഈ വയോധികരായിട്ടുള്ള ആളുകളെ അവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഏത് വിധേനയും വാഹനം അവിടെ എത്തുന്നിടത്ത് വരെയും എത്തിക്കുക, വാഹനത്തിൽ കയറ്റുക. വയോധികരെയൊക്കെ, ബുദ്ധിമുട്ടുള്ള, നടക്കാനൊക്കെ പ്രയാസമുള്ള, വെള്ളത്തിലൂടെയൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെയൊക്കെ ഈ വാഹനത്തിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ അവിടെ വാഹനം എത്തുന്ന അത്രയും ദൂരത്തേക്ക് എത്തിച്ച് സുരക്ഷിത മേഖലകളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഇപ്പോഴും അവിടെ ആളുകൾ ബന്ധുവീടുകളിലേക്കൊക്കെ മാറുകയാണ്, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ മാറുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട പോലെ ഏത് വിധേനയും വാഹനങ്ങളൊക്കെ എത്തുന്ന സ്ഥലം വരെയും എത്തിച്ച് അതിനുശേഷം ആ വാഹനത്തിൽ കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂരിഭാഗം ആളുകളെയും അവിടുന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നേരത്തെ കൗൺസിലറും ഒക്കെ ജനപ്രതിനിധികളോടൊക്കെ സംസാരിച്ചപ്പോൾ പറയുന്നത്. അവിടെ വീടുകളിൽ ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് ടെറസിൻ്റെ മുകളിലായിരിക്കും, മുകളിലത്തെ നിലയിലായിരിക്കും. ഈ വീടിൻ്റെ ആദ്യത്തെ നില പൂർണ്ണമായും മുങ്ങിയ നിലയിലാണ്. ഇപ്പോൾ നമുക്കൊരു ദൃശ്യങ്ങളിൽ കാണാം, ഒരു വീട്, ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാട് പകർത്തുന്ന ദൃശ്യത്തിൽ ഒരു വീടിൻ്റെ മുഴുവൻ ഭാഗവും, താഴത്തെ നിലയുടെ മുഴുവൻ ഭാഗവും വെള്ളത്തിൽ താഴ്ന്നു പോയ കാണാം. രണ്ടാമത്തെ നില മാത്രമാണ് ഉയർന്നു നിൽക്കുന്നത്. ആദ്യ നില മുഴുവൻ വെള്ളത്തിലാണ്. ഇതുപോലെ സമാനമായ കാഴ്ചകൾ മാത്രമാണ് എല്ലാ ഇടങ്ങളിൽ നിന്നും കാണുന്നത്. വാഹനങ്ങൾ നശിച്ചിരിക്കുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ വെള്ളപ്പൊക്കമാണ് ഈ പ്രദേശത്തെ
കിലോമീറ്റർ അപ്പുറം ഒരു 2 കിലോമീറ്റർ അപ്പുറം വരെയൊക്കെ കഴിഞ്ഞ ദിവസം വെള്ളം കയറിയിരുന്നു. പക്ഷേ താഴ്ന്ന പ്രദേശമാണ് കോട്ടയം ജില്ലയുടെ. സ്വാഭാവികമായും കോട്ടയത്ത് ആദ്യം വെള്ളം കയറുന്നത് ഇല്ലിക്കൽ ഭാഗത്ത് തന്നെയുണ്ട്. പക്ഷേ ഈ ഇല്ലിക്കലിന് തൊട്ടപ്പുറത്തേക്കുള്ള താഴത്തങ്ങാടി പോലെയുള്ള ഭാഗങ്ങളിൽ അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു എന്നാണ് അവിടുത്തെ ജനങ്ങൾ രാവിലെ പ്രതികരിച്ചത്. അവർ പറഞ്ഞത് അങ്ങനെ വെള്ളപ്പൊക്കം വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമൊന്നും അങ്ങനെ വിലയിരുത്തപ്പെടേണ്ട അവസ്ഥയൊന്നും ഇന്നലെ പകലൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ പകലൊക്കെ റോഡിൽ പോലും വെള്ളമില്ലായിരുന്നു. പക്ഷേ രാത്രി 2 മണിയോടുകൂടി വെള്ളം വീടുകളിലേക്ക് കയറുകയായിരുന്നു, വീട്ടിനുള്ളിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു. ഭയപ്പെട്ടു പോകുന്ന അവസ്ഥയായി. അപ്പോൾ ടെറസിന് മുകളിലേക്കൊക്കെ കയറി വാഹനമൊന്നും നീക്കം ചെയ്യാനുള്ള ഒരു സാവകാശമൊന്നും കിട്ടിയില്ല. ആവശ്യ വസ്തുക്കൾ നീക്കുന്നതിനുള്ള സാവകാശം കിട്ടിയില്ല. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെയായി രാവിലെ ആയപ്പോൾ പുറത്തേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. ഇപ്പോഴും വീടുകളിൽ ആളുകളുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വീടുകളിൽ ആളുകൾ അവിടെ സുരക്ഷിതമായി ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാകണം. ചില വീടുകളിലൊക്കെ ആളുകൾ ഉണ്ട്. ഈ വീടിൻ്റെയും ഏകദേശം ഭാഗികമായി ഒരു വീട് മുങ്ങിയ നിലയിലാണ്. ഇവിടുത്തെ പ്രദേശവാസി ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കയറി ചെന്ന് ചോദിക്കാം, എന്താണ് ഇങ്ങനെയായിരുന്നു ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത്രയും രൂക്ഷമായ വെള്ളപ്പൊക്കം ഉണ്ടായത്? രാവിലെ വരെ നമുക്ക് മുറ്റത്തൊന്നും വെള്ളമില്ല. രാവിലെ വെള്ളമില്ല ഇല്ലായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കൂടി വന്ന് ഇപ്പം നേരം വെളുക്കുമ്പം ഇതിൽ താഴ്ന്നു നിന്നാണ്. ഇപ്പോൾ ഒരടിയും കൂടെ ഒരു 2-3 ഇഞ്ചും കൂടെ രാവിലെ മുതൽ കൂടുതലാണ് വെള്ളം. ഇത് 2018 പ്രളയത്തിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങനെ കൂടുതലാണ്. ഇപ്പം 2018 പ്രളയം ഈ താഴെ വരെ വന്നുള്ളായിരുന്നു. ഈ പ്രാവശ്യം അത് മുകളിലോട്ടായിട്ടുണ്ട്. മുറിക്കകത്തൊന്നും കയറിയിട്ടില്ല. എന്നാലും ഇപ്പോൾ ഈ പോക്കിലാണെങ്കിൽ അടുത്ത ദിവസം തന്നെ അടുത്ത സമയത്ത് തന്നെ മുറിക്കകത്തും വെള്ളം കയറി. വാഹനം ഇരിക്കുന്നു, അതൊന്നും മാറ്റാനുള്ള അവകാശം കിട്ടിയില്ല. അവകാശം കിട്ടിയില്ല. എല്ലാം ഇഞ്ചിനകത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായിരുന്നു. ഒന്ന് മുന്നൊരുക്കം ഇവിടുന്ന് നമുക്ക് ഇറക്കി കൊണ്ടുപോയാലും മുങ്ങും. പെട്ടെന്നായിരുന്നു അവിടെ വെള്ളം വഴി കവിഞ്ഞൊഴുകിയത്. അതുകൊണ്ട് പിന്നെ എടുത്ത് മാറ്റാനൊന്നും സമയം കിട്ടിയില്ല. മറ്റ് ബന്ധുവീടുകളിലേക്കൊക്കെ മാറുന്നുണ്ടോ? എന്താണ് അവസ്ഥ ഇവിടുന്ന്? ഇവിടെ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. പിള്ളേരൊക്കെ വെളിയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ 2 പേരേ ഉള്ളൂ. പ്രദേശവാസി എന്ന നിലയിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉള്ള അവസ്ഥയൊക്കെ എങ്ങനെയാണ്? തീരെ മോശമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങോട്ട് പോയ ഇല്ലിക്കൽ പാലം എന്ന് പറയുന്നത് അവിടം വരെയും വെള്ളം മുങ്ങി തന്നെ, വഴിയെല്ലാം ബ്ലോക്കായി തന്നെ കിടക്കുകയാണ്. ബസ് ഓടുന്നു, തിരുവാർപ്പിൽ പോകുന്ന ബസ് മാത്രമേ ഓടുന്നുള്ളൂ. വേറെ ഓട്ടോറിക്ഷ അതുപോലെ ചെറിയ വണ്ടികളൊന്നും ഓടുന്നില്ല. അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലും പണമ്പടി പറയുന്ന സ്ഥലവും അവിടെ എല്ലാം മുങ്ങിക്കിടക്കുകയാണ്. തീർത്തും മോശമായ ഒരു സാഹചര്യമാണ്. അതെ. ഇനിയിപ്പം വീണ്ടും വെള്ളം കൂടുമെന്നാണ് എല്ലാവരും പറയുന്നത്. പാലായിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ വീണ്ടും ഇങ്ങനെ വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നെന്ന് കേൾക്കുന്നു. കിഴക്കൻ മേഖലയിലെ വെള്ളം ഇറങ്ങുമ്പോൾ പടിഞ്ഞാറൻ മേഖലയിലേക്ക് ആർപ്പൂക്കര, ഐമനം, കുമരകം, ഇല്ലിക്കൽ, താഴത്തങ്ങാടി, മണർകാട് ഉൾപ്പെടുന്ന വിജയപുരം ഉൾപ്പെടുന്ന ഈ പഞ്ചായത്തുകളിലേക്ക് വെള്ളം എത്തും എന്നുള്ള വിലയിരുത്തലാണുള്ളത്. കിഴക്കൻ മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങി പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തുമ്പോൾ അത് വലിയ രീതിയിൽ ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് ഉയരുന്നതിന്, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു എന്നുള്ള വിലയിരുത്തലാണ് ഉള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ പ്രതികരിച്ചയാളും പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഇവിടെ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്നുള്ളൊരു ആശങ്കയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം 2018 പ്രളയത്തെക്കാൾ കൂടുതൽ ഇത്തവണ വെള്ളം കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നമ്മളോട് രാവിലെ സംസാരിച്ച ആളുകളെല്ലാം പറഞ്ഞതും ഇത് തന്നെയാണ്. മിഥുൻ, അതായത് അത് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുക. അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളായിരിക്കും. അതായത് 2018 പ്രളയത്തിൽ പോലും ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഞങ്ങൾ നേരിട്ടിട്ടില്ല എന്നാണ് പറയുന്നത്.